वीकेएन ट्रैवल्स के എല്ലാവർക്കും സ്വാഗതം। वीकेएन ट्रैवल्स के लिए सबको स्वागत कर रहा हूँ। आज ओकेनकल उस ये टूरिस्ट प्लेस में हम लोग आ गया। आने के बाद गाड़ी एक पार्किंग कर दिया। पार्किंग के लिए जगह है और 50 रुपीज़ दी के हम रिसोर्ट का अंदर एक पार्किंग मिला। टिकट पार्किंग में रखने के बाद हम लोग वॉकिंग उनके साथ एक गाइड आया था, गाइड के साथ जा रहा हूँ। ഇത് ഗൈഡ് പഴയ മാതിരി എല്ലാ സ്ഥലത്തുള്ള മാതിരി തന്നെ ഇവിടെയും ഗൈഡുമാർ വരണം എല്ലാം ഉണ്ട്. കുറച്ച് നോക്കണം, നോക്കി ചെയ്യണം. എന്നാലും കുറച്ച് ഭേദം തന്നെയാണ്. അവർക്ക് നമ്മളെ മാതിരിയുള്ള ടൂറിസ്റ്റ് വരുമ്പോഴേ അവർക്ക് 2 റുപ്യ കിട്ടുന്നു. ടൂറിസ്റ്റ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇവിടെ വന്ന ഉടനെ ഇവിടെ പാർക്കിംഗ് വിട്ടു. പാർക്കിംഗ് 50 റുപ്പീസ് കൊടുത്തു ഞങ്ങൾ റിസോർട്ടിൻ്റെ അവിടെ. പാർക്കിങ്ങിന് ഇഷ്ടം പോലെ സ്ഥലം കിടക്കുന്നു, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ നടന്ന് ഉള്ളിലേക്ക് വന്നു. അവിടെ ഈ സ്ഥലങ്ങളെല്ലാം ഓരോന്നോരോന്നായി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞിട്ട് കൊടുക്കാൻ പാർക്കിംഗ് കിട്ടി. പാർക്കിംഗ് ഇപ്പുറത്തായിരുന്നു, നമുക്ക് ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെയാണ് ഗൈഡ് വന്നത്. अच्छा है, फॉरेस्ट का अंदर है। फॉरेस्ट के अंदर एक जगह है कावेरी रिवर। इधर से कावेरी रिवर का ही ये जगह है और तमिलनाडु गवर्नमेंट ने ये टूरिस्ट जगह बना दिया। ഇവിടെ താമസിക്കാൻ मसाज भी करके देता है। और आयुर्वेदिक वाटरफॉल्स भी है, अच्छा है। उधर ना भी सकता है, उसके लिए जगह रखा है। हम आपको दिखा रहा हूँ एक 1 by 1। देखिए हम लोग ये सिटी के अंदर विजिट से थोड़ा पैदल किया पार्किंग करने के बाद। अभी भी पार्किंग कर रहा हूँ, अभी ढूंढ के फिर मिला है। गाइड पीछे ही पड़ा था। इधर फ्री पार्किंग भी है, हम लोग पैसा दे के खड़ा कर दिया। ये फ्री पार्किंग है, ഇവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ റിസ്ക് എടുക്കുന്നില്ല. എന്നുവെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ലേ, അപ്പോൾ പൈസ കൊടുത്ത് നിർത്തുമ്പോൾ കുറച്ച് സേഫ് ആയിരിക്കും വണ്ടി. हमने इधर पहला स्टॉप किया था, फिर हम उधर से निकाल के फिर अंदर डाला ये टूरिज्म रिसोर्ट में। उधर 50 रुपीज़ दी के हम पार्किंग के അല്ലേ ഇത് പാർക്കിങ്ങിന് ഇവിടെ സ്ഥലം ഓക്കേ. അതിന്റെ ഇടയിൽ കൂടെ ഇത് ബസ് നിർത്തുന്ന സ്ഥലം. ये फ्री पार्किंग है इधर। ये बस स्टैंड भी यही है, बस टूरिस्ट बस और नॉर्मल बस भी आता है। പക്ഷെ ഇത് എന്ത് പാർക്കിംഗ് ആണെന്ന് അറിയില്ല. അത് പേ പാർക്കിംഗ് പേ പാർക്കിംഗ് ആണോ എന്താണെന്ന് അറിയില്ല. അവിടെ ഇട്ടോ ഇവിടെ ഇട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. गाइड पीछे भाग आ रहा हूँ। हम लोग को वो कुछ बोल, हम लोग को नया जगह है, नया आदमी लोग हम लोग को അവിടെ ഇവിടെ ഇട്ടിട്ട് വണ്ടിയുടെ ടയർ ഊരി പോയി കഴിഞ്ഞാൽ മാപ്പൊക്കെ ഇട്ട് നിൽക്കുന്നു. ഇവരെന്തിനാ പുറകെ നടക്കുന്നത്? കൈയാട്ടിയാലേ ലായാലും വന്നോണ്ടിരിക്കും. വേണ്ട വേണ്ട ഇവിടെ ഇതിന്റെ മുകളിലും ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ നിർത്തിയിട്ട് പോയാൽ ഇത് പൈസ കൊടുത്തിട്ട് നിർത്തിയാൽ കുഴപ്പമില്ലേ? അല്ലേ, പൈസ കൊടുത്തിട്ട് പോവാണിച്ചാലേ പിന്നെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. കയറ്റിയാ പിന്നെ ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ എവിടെയെങ്കിലും നിർത്താം. ചോദിക്കുന്നത് ഞാൻ എന്നെ എല്ലാം ചെയ്തെച്ചാൽ അച്ഛൻ തന്നെയല്ലേ ഇവിടെ പറഞ്ഞ സുഖമായിട്ട് അവിടെ വീട്ടില് പാർക്കിംഗ് ഇങ്ങ പണലാമാ. ഓക്കെ, അപ്പൊ അവിടെ ഇടാം, അതിലിട്ടിട്ട് പോവാം. ഇവിടെ ഇടാം, ഇതൊക്കെ ആൾക്കാരെടുക്കുന്നുണ്ടല്ലോ. ഗവൺമെന്റ് ഫ്രീ പാർക്കിംഗ് ഇടുന്നത് ശരിയല്ല. ഗവൺമെന്റിന്റെ ഫ്രീ പാർക്കിംഗ് ആണ്. പക്ഷെ നമ്മള് അവിടുന്ന് നിർത്തി പിന്നെ എടുത്തു, പൈസ കൊടുത്തിട്ട് വരുന്നില്ല. ഞാൻ ഇനി തന്നെ എവിടേക്കും കൊണ്ടാവില്ല, എവിടെ വിളിക്കൂല്ല. ഇത് ലാസ്റ്റ് ഇതോടുകൂടി കഴിഞ്ഞു.
എന്തോ ഇവന്റെ വിചാരം എന്തോ ഇത് ये देखिए ये रिसोर्ट का पार्किंग है अच्छा पार्किंग है ഇതിന് നന്നായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ എല്ലാം നിർത്തി इधर एक मंदिर है उसके बाद हम लोग सीधा तो ये फॉल्स के बाजू में जाने के लिए हम लोग निकल रहा हूँ दोनों साइड टूरिस्ट एरिया के हिसाब में सब मिलता है इधर कोई दिक्कत नहीं है खाना भी मिलता है फिश इधर बहुत अच्छा फेमस है आपको दिखा रहा हूँ देख लीजिए ഇവിടെ ഫിഷ് അപ്പം ഫ്രൈ ചെയ്ത് തരും അല്ലെങ്കിൽ ഊണിന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുമാതിരി നോക്കാം ഫിഷ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്രൈ ചെയ്ത് തരും എങ്ങനെയാണ് വേണ്ടിച്ചാൽ അങ്ങനെ ചെയ്തു തരും इधर फिश मंगा के दिएगा उधर आपको उधर से उन लोग बना के भी दिएगा ഇവിടെ വരെയും പാർക്കിംഗ് ഉണ്ടല്ലോ അതല്ലേ അയാൾ ഇതാക്കിയത് ചെയ്യാൻ പാടില്ല अच्छा है बहुत फॉरेस्ट का अंदर है കേൾക്കുന്നില്ല അച്ഛനല്ലേ ये टूरिज्म तमिलनाडु गवर्नमेंट ने ये टूरिज्म ഇവിടെ ചെയ്താൽ മതി करके डाला है എവിടെയൊക്കെ വണ്ടികളുണ്ട് ശരി पब्लिक आ रहा है हमारा गाइड फ्रेंड में जाता है ഗൈഡ് നമ്മളോടൊപ്പം വന്ന ആളാണ് എവിടെയൊക്കെ ഇഷ്ടം പോലെ ഹോട്ടലാണ് പിന്നെ എന്തിനാ അവിടെ പോയിട്ട് बोट के लिए പറയേണ്ട ആവശ്യം 500 रुपीज़ उधर करना चाहिए फिर इसका 750 रुपीज़ भी हम लोग दिया टोटल 2300 रुपया ഇവിടെ മീനൊക്കെ ഇഷ്ടം പോലെ इधर गूगल पे का ड्रामा चलता है गूगल पे इन लोग लेता नहीं है ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് ये देखिए ഇതിലെ മെയിൻ അരുവിക്ക് പോകുന്ന വഴിയാണ് मेन अरवी इधर लिखा है मेन फॉल्स उधर ही है उधर के लिए हम लोग निकालने के लिए ये जगह में गाइड लेके जा रहा കണ്ടല്ലോ ബസ് हूँ मैं भी उसके ഇവിടെ साथ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്താ देखने के लिए ഇവിടെയൊക്കെ മീനുണ്ടല്ലോ ഇഷ്ടം പോലെ മീനാണ് साइड में पूरा खाना के लिए ये देखिए फिश कौन सा सब मसाला डाल के रेडी करके फ्रेश में रखा है इतना पब्लिक यहाँ पे रहता है अगर कौन सा चाहिए उसके हिसाब में उन लोग रेडी करके देता है अगर नहीं है आप लोग को फिश इधर से खरीद करके उनका दे देगा वो तुरंत वो क्लीन करके आप लोग ये बोट में जाके आने के अंदर ये बना के रखेगा आप लोग काट के निकाल सकता है ഇവിടുന്ന് നിങ്ങൾ ഫിഷ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നിട്ട് അത് ഫ്രൈ ചെയ്യുക എങ്ങനെയാണ് വേണ്ടെച്ചാൽ അതുമായി പറഞ്ഞു ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്ന് അപ്പോഴേക്കും നിങ്ങൾക്ക് റൗണ്ടൊക്കെ അടിച്ച് വരുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും അവർ ഇങ്ങനെയാണ് അവരുടെ സിസ്റ്റം ആളോട് പറയാ ഈ ബോട്ടിൻ്റെ ഇത് മാത്രം അല്ല അവിടുന്ന് എപ്പോൾ വേണിച്ചാൽ വന്ന ഉടനെ കിട്ടും ഇതാണ് ബോട്ട് വേണിച്ചാൽ അപ്പോഴും കിട്ടും ഇതാണ് കൊട്ട ഈ കൊട്ടയിലാണ് ये देखिए ये बोट ये लेके जाके पानी में डालते हैं इसमें 4 आदमी बैठता है 4 आदमी डाला हुआ है, एक बच्चा साथ में ഇത് വിട്ടിട്ട് നമ്മൾ അവിടെ പോയിട്ട് और ये चलाना वाला एक आदमी है ये देखिए ये पूरा फिश है ये सब फ्रेश है अच्छा है मैं देखा था तुरंत इन लोग को ये बना के भी देता है वो साइड में देखिए बनाने की जगह है इन लोग के पास फिश ले लेगा तुरंत उन लोग साफ करके फटाफट ഇതെല്ലാം അടുക്കള भूल के आने के अंदर ये रेडी करके सब कुछ रेडी करके रख देगा ये देखिए ये बनाने वाला है जगह है ये पूरा बनाने के लिए जगह है ഇവിടെ लकड़ी से അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഉണ്ടാക്കി തരും ഇത് വിട്ടിട്ട് നമ്മൾ ये साइड में भी बना के खाना खाने के लिए भी എന്താ जगह है। വേണ്ടിച്ചാൽ അവർ उसके लिए भी एक जगह रखा है टूरिज्म आया आदमी को तो कर सकता है
सब टूर आने के लिए बेस्ट जगह है। एक दिन आके इधर स्टे करना चाहिए, स्टे करके ये घूम के वो नहाने के ये फॉल्स में नहा के जी के जड़ी बूटी के रिवर पानी है, एकदम बढ़िया है। ये देखिए पूरा फिश वाला बैठा है, फिश से इधर ज़्यादा है। फिश तुरंत आपको क्या क्या करना बनता है वैसे बना के देगा। ये 3-4 आदमी मिल के आएगा तो बहुत ही अच्छा जगह है। इधर रूम डाल के बैठना चाहिए, रात को ठंडा रहता है। ये सीज़न है, नवंबर, दिसंबर, जनवरी, फरवरी, मार्च तक इधर अच्छा सीज़न है बोला था। पानी रहता है, अगर पानी कम हो जाएगा फिर मज़ा नहीं आता। ये देखिए, ये वीडियो आप लोग को पसंद हो गया तो सब्सक्राइब करिए, लाइक करिए, शेयर करिए। ये देखिए ये बोट इसमें बैठ के आदमियों को घुमाता है। हम लोग भी इधर आया, अभी देखेंगे। നിങ്ങൾക്ക് ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കായിരുന്നു? पहले ये पूरा आपको सिटी पूरा दिख रहा हूँ। नेक्स्ट वीडियो में मैं वो बोट के बारे में, बोट में मैं जाके आया, അത് वो हम दिखाएंगे। ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഉണവായിരുന്നില്ല, ഇത് ഇവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇനി അടുത്ത് ഞാൻ എല്ലാവരും നിങ്ങൾക്ക് ബോട്ടിനെ ചുറ്റി ബോട്ടിൽ അരുവിയിൽ പോയിട്ട് കുളിക്കുന്നത് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആണോ? താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഇവിടുന്ന് ഞങ്ങളൊരു സോഡയെല്ലാം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. खाना फ्रेश फिश रेडी करके तुरंत मिला। ज़्यादा प्राइस नहीं है, प्राइस रीजनेबल रेट है, कोई प्रॉब्लम नहीं है। हम लोग ऑमलेट और परोठा और चिकन करी इतना आइटम डालने के बाद भी एक पानी का बोतल सब खाने के वो 250 रुपीज़ से 300 रुपीज़ से कुछ लिया था। हम खाना भी खा लिया, सब कुछ रेडी हो गया। अभी देखिए सब टूर के लिए बहुत आदमी लोग सब एंजॉय करके आ रहा हूँ। ग्रुप के साथ आना चाहिए। എടുത്തോ വീട്ടിൽ. ഇത് തമിഴ്നാട് ഹോട്ടലിലെ होटल मिथुन होटल। फिर वापस ये आपको सिटी दिखाने के लिए ये ऐसे दिखा दिए आपको। ये देखिए ये साइड से भी हम लोग को वाटरफॉल्स पे जा सकता है। टूर देखने के लिए अच्छा है, ठंडी प्लेस है, गाड़ी रखने के लिए जगह है, बस में भी आ सकता है, बस भी है इधर। बस बहुत कम है मेरा लगता है बेंगलोर से, तो बेटर अपना व्हीकल में आएगा तो थोड़ा अच्छा रहेगा। ये देखिए थोड़ा टूरिज्म अच्छे से डेवलप करके ये एंट्रेंस। ओके, थैंक यू फॉर वाचिंग वीडियो। नेक्स्ट वीडियो में आप बोट में कैसा हम लोग लिया इसके बारे में हम बताएंगे। अच्छा है, फॉरेस्ट के अंदर जगह है। खाना का तो लीफ में बनाना लीफ में ही खाना देता है। നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. അല്ല ഇതിലേക്കാണ്. ഇതിലേക്ക് वापस हम लोग അതിനെക്കാട്ടിലും ഇവിടെ തന്നെ സ്ഥലം നന്നായിട്ടുണ്ട്. पार्किंग क्या इधर आ गई പാർക്കിംഗ് थोड़ा पार्किंग की जगह भी आप लोग को दिखा रहा हूँ। देखिए कितना अच्छे से रेडी करके रखा है पूरा पार्किंग, एकदम बढ़िया पार्किंग। 50 रुपीज़ हम വണ്ടി നീ എടുക്കുന്ന गाड़ी के लिए दे दिया।